നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നാണ് UPI പേയ്മെന്റുകൾ. ചായക്കടയിലെ 10 രൂപ മുതൽ വലിയ ഷോപ്പിംഗ് മാളുകളിലെ 10,000 വരെ നമ്മൾ ഇന്ന് നിമിഷ നേരം കൊണ്ട് സ്കാൻ ചെയ്ത് അയക്കുന്നു. എന്നാൽ രാജ്യത്ത് സൗജന്യമായി ലഭ്യമാകുന്ന ഈ UPI സേവനങ്ങളിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ വഴി തുറക്കുന്നതായാണ് സൂചനകൾ. ഭാവിയിൽ UPI ഇടപാടുകൾക്ക് സർവീസ് ചാർജ് നൽകേണ്ടി വരുമോ? വരാനിരിക്കുന്ന നിയമ ഭേദഗതിയെക്കുറിച്ചും അത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും പരിശോധിക്കാം. UPI ഇടപാടുകൾക്ക് ഭാവിയിൽ സേവന നിരക്ക് അഥവാ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാൻ നിയമപരമായ അനുമതി നൽകുന്ന പ്രധാന ഭേദഗതി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. നിലവിലെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് അനുസരിച്ച് UPI, റുപേ, ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് MDR ചുമത്താൻ സർക്കാരിന് വ്യവസ്ഥയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമഭേദഗതി പാസ്സാകുന്നതോടെ വെറുമൊരു സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഏതൊക്കെ പേയ്മെന്റുകൾക്കാണ് MDR ബാധകമല്ലാത്തതെന്ന് തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതായത് ഭാവിയിൽ UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്തണമെങ്കിൽ പാർലമെന്റിൽ വീണ്ടും മറ്റൊരു നിയമ ഭേദഗതിയുടെ ആവശ്യമില്ലെന്ന് ചുരുക്കം. ഈ നീക്കം നൽകുന്ന സൂചന ഭാവിയിൽ എല്ലാവിധ UPI പേയ്മെന്റുകൾക്കും ചാർജ് ഈടാക്കുമെന്ന് തന്നെയാണ്. ഡിജിറ്റൽ പണമിടപാടുകൾ സ്വീകരിക്കുന്നതിനായി വ്യാപാരികളിൽ നിന്ന് ബാങ്കുകളോ പേയ്മെന്റ് സേവനദാതാക്കളോ ഈടാക്കുന്ന ചെറിയൊരു ശതമാനം തുകയാണ് MDR. ഈ തുകയാണ് ഡിജിറ്റൽ ശൃംഖലയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ബാങ്കുകളും ആപ്പുകളും ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധാരണയായി 1.5%, ഡെബിറ്റ് കാർഡുകൾക്ക് 0.9% വരെയാണ് MDR ഈടാക്കാറുള്ളത്. എന്നാൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ജനുവരി മുതൽ UPIക്കും റുപേ, ഡെബിറ്റ് കാർഡുകൾക്കും കേന്ദ്ര സർക്കാർ MDR പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഇന്ന് രാജ്യത്ത് UPI ഉപയോഗം വൻതോതിൽ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഈ സാങ്കേതിക സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനുമായി ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് MDR ചുമത്തണമെന്ന് ബാങ്കുകളും UPI ആപ്പ് കമ്പനികളും സർക്കാരിനോട് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. നിയമം ഭേദഗതി ചെയ്തു എന്നതിനർത്ഥം നാളെ മുതൽ UPIക്ക് ചാർജ് വരുമെന്നല്ല. നിലവിൽ പുതിയ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പെട്ടെന്ന് ചാർജ് ഈടാക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം അയക്കുന്ന വ്യക്തിഗത UPI ഇടപാടുകൾക്ക് MDR ഇപ്പോൾ ബാധകമായിട്ടില്ല. ഇത് പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരും. ആദ്യഘട്ടത്തിൽ നികുതിയും വിറ്റുവരവും അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. 1.5 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വൻകിട സ്ഥാപനങ്ങളിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 0.3% മുതൽ 0.5% വരെ MDR ചുമത്താനാണ് ആലോചന. ചെറുകിട വ്യാപാരികളെയും സാധാരണക്കാരെയും ഈ ചാർജിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം ഇതാണ്: വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന ഈ MDR ബാധ്യത അവർ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കളിലേക്ക് കൈമാറുമോ? അങ്ങനെ സംഭവിച്ചാൽ ക്രമേണ സാധാരണക്കാരുടെ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ചെലവേറിയേക്കാം എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ നട്ടെല്ലായ UPI സംവിധാനത്തിന് ഭാവിയിൽ നിയമപരമായ ചട്ടക്കൂടോടെ തുക നിശ്ചയിക്കാനുള്ള വഴി തുറക്കുകയാണ് കേന്ദ്ര സർക്കാർ. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുള്ള വിജ്ഞാപനങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.